വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യമാണ് നമ്മൾ ഏവൻഗേലിയനായി വായിച്ചു കേട്ട ഭാഗം. അതിൻ്റെ 7-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. 8-ാമത്തെ വാക്യം കൂടി, അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. പല വിഷയങ്ങൾക്ക് വേണ്ടി സമാധാനം ലഭിക്കുവാൻ വേണ്ടിയാണല്ലോ നമ്മൾ ദേവാലയത്തിൽ ആരാധനയ്ക്ക് കൂടുന്നത്. അതുകൊണ്ട് എല്ലാവരും അവരുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ യാചന കർത്താവ് സ്വീകരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. എല്ലാ വാകളിൽ നിന്നും നാവുകളിൽ നിന്നും സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും സ്വരം ഉയർന്നാട്ടെ. കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. കർത്താവേ സ്തോത്രം, കർത്താവേ അവിടുത്തെ നന്മ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിൽ വന്നല്ലോ. ജന്മദിനം കൊണ്ടാടിയവർ, വിവാഹ വാർഷികം കൊണ്ടാടിയവർ, വിദേശത്തൊക്കെ പോയിരിക്കുന്നവർ, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഒരു വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഒരു പൈതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഒരു വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആളുകൾ, പല വിഷയങ്ങൾക്ക് വേണ്ടി നേറിപ്പോകുന്ന ജീവിതാനുഭവങ്ങളിൽ വന്നിരിക്കുന്നവർ, വേർപാടിൻ്റെ വേദനയിലിരിക്കുന്നവർ, രോഗങ്ങളുടെയും ബുദ്ധിമുട്ടിൻ്റെയും സാമ്പത്തിക പ്രയാസങ്ങളുടെയും നടുവിൽ ദേവാലയത്തിൽ വന്നിരിക്കുന്നവർ എല്ലാവരെയും കർത്താവ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് രഹസ്യമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വയ്ക്കാം. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും ചേറ്റിൽ നീ നന്നെ നീ വീണ്ടെടുത്തതിനാൽ നിന്നെ ഞാനായുസേ നാളെല്ലാം നന്ദിയോടടിവണങ്ങും. സ്തുതിക്കും നിന്നെ ഞാനായുസേ നാളെല്ലാം നന്ദിയോടടി. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തുതിക്കുന്നു. അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. കേൾവിക്കാരായിട്ടുള്ള മക്കളെ വാഴ്ത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെയും ആമീൻ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വിശുദ്ധ കുർബാന മധ്യേ ധ്യാനിച്ചത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ധ്യാനിച്ചത്. പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂന്നാമനായ ദൈവത്തിൻ്റെ ആളത്വമാണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചത്. ഇന്നും പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്, പെന്തക്കോസ്ത് നാളിൽ വന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ് ഇന്ന് വായിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു, പരിശുദ്ധാത്മാവ് എന്ന ഗ്രീക്ക് ഭാഷയിലുള്ള പദം പാറാക്ലിത്ത എന്നാണ്. വശം പിടിക്കുന്നവൻ, അരികു ചേർത്ത് നടത്തുന്നവനാണ്. റൂഹ എബ്രായ ഭാഷയിൽ കാറ്റ് അല്ലെങ്കിൽ ശ്വാസം എന്നുള്ളതാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം, അത് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം, തൃത്വത്തിൽ മൂന്നാമനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം, അത് നമ്മളിൽ എത്രമാത്രം അനുഗ്രഹകരമായിട്ട് തീരുന്നു, അതെങ്ങനെ നമുക്ക് പുതുക്കപ്പെടാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ദിവസമാണ്. ഹോളി സ്പിരിറ്റ് ഹു റിന്യൂസ് ദി ഹോൾ ക്രിയേഷൻ. പരിശുദ്ധാത്മാവ് സകലത്തെയും പുതുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് സകലത്തെയും രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. ഒന്നാം പാഠം വായിച്ചപ്പോഴും രണ്ടാം പാഠം വായിച്ചപ്പോഴും ലേഖനം വായിച്ച സമയത്തും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വായിക്കുകയുണ്ടായി. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-2 അധ്യായങ്ങളിൽ ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന കാര്യം അവിടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി. കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് ഇടിമുഴക്കങ്ങളോടെ ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് ലഭിച്ചു. അവർക്ക് ആത്മാവ് ലഭിച്ചപ്പോൾ ശക്തി ലഭിച്ചു. അവർ ആത്മാവ് ഉച്ചരിക്കുന്നത് പോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അത് അടുത്തിരിക്കുന്ന ആളുകൾക്ക് അവരവരുടെ ഭാഷകളിൽ മനസ്സിലായി എന്നാണ് നമ്മൾ വായിച്ച് കേട്ടത്. അതുകൊണ്ട് സകലത്തെയും പുതുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഹോളി സ്പിരിറ്റ് റിന്യൂസ് ദി ഹോൾ ക്രിയേഷൻ.
എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരുന്നാട്ടെ. ഇപ്പോൾ ഇവിടെ ശരീരം കൊണ്ട് ഇവിടെ ഇരിക്കുന്നെങ്കിലും ചിലരുടെ മനസ്സ് ആസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോട്ടെ. പരിശുദ്ധാത്മാവ് സകലത്തെയും പുതുക്കുന്നു. ആ പുതുക്കപ്പെടലിൻ്റെ അനുഭവമാണ് നമുക്ക് ആരാധനയിൽ എന്നും അനുഭവവേദ്യമായി തീരേണ്ടത്. 1991 WCCയിലെ ക്യാൻബറ അസംബ്ലിയിൽ ഒരു ചിന്താവിഷയമുണ്ടായിരുന്നു. കം ഹോളി സ്പിരിറ്റ്, റിപ്പൻറ്റ് ആൻഡ് റിന്യൂ ദ ഹോൾ ക്രിയേഷൻ. കം ഹോളി സ്പിരിറ്റ്, റിപ്പൻറ്റ് ആൻഡ് റിന്യൂ ദി ഹോൾ ക്രിയേഷൻ. പരിശുദ്ധാത്മാവെ വരിക, അനുദപിക്കുക, സകല സൃഷ്ടിയെയും പുതുതാക്കുക. അതുകൊണ്ട് ഈ റിപ്പൻ്റ് എന്നുള്ള വാക്ക് പിന്നീട് എടുത്തു കളഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കാലം ചെയ്ത ജോസഫ് മാർത്തോമായുടെ ഭാഷയിൽ പറഞ്ഞാൽ റിപ്പൻ്റ് ചിലർക്ക് നാണക്കേടായതുകൊണ്ട് റിപ്പൻ്റ് എടുത്തു കളഞ്ഞു. പിന്നെ വന്നത് കം ഹോളി സ്പിരിറ്റ് ആൻഡ് റിന്യൂ ദി ഹോൾ ക്രിയേഷൻ എന്നുള്ള ഒരു പഠന വിഷയമായിരുന്നു. സഭ 2 പെരുന്നാളുകൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കുന്ന പെരുന്നാളാണ്. നമ്മൾ ആഘോഷിക്കുന്നില്ല, എന്നാൽ ഞായറാഴ്ച ദിവസം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ ഓർക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ സ്വർഗാരോഹണം. അത് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 40-ാം ദിവസമാണ് സ്വർഗാരോഹണം നടക്കുന്നത്. പെന്തക്കോസ്തി, അത് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 50-ാം ദിവസമാണ് നടക്കുന്നത്. അതുകൊണ്ട് 15th ഡേ എന്നുള്ളതാണ് ഈ പെന്തക്കോസ് എന്ന വാക്കിൻ്റെ അർത്ഥം, 15th ഡേ. അപ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു സഭയാണോ? ഈ അടുത്ത സമയത്ത് ഞാൻ ഒരാളോട് ചോദിച്ചു, ഇപ്പോൾ ഏത് പള്ളിയിലാണ് പോകുന്നത്? ഞങ്ങൾ വിശ്വാസത്തിലാണ്. ഞാൻ പറഞ്ഞു, ഈ 75 വർഷം സഭയെ കളിപ്പിക്കുകയല്ലായിരുന്നു, ഇപ്പോഴാണോ വിശ്വാസം വന്നത്? അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഈ സഭ വിട്ടു പോകുമ്പോൾ 10 പേര് ഒക്കെ അവിടെ ചെല്ലുമ്പോൾ ഒരാളെ സെക്രട്ടറി ആക്കും, ഒരാളെ പ്രസിഡൻ്റ് ആക്കും, ഒരാളെ ട്രസ്റ്റി ആക്കും. അർത്ഥമായി നിന്നാൽ ചിലപ്പോൾ ചാൻസ് ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കും, അവിടെയൊക്കെ പോവും. അപ്പോഴത്തേക്ക് അവരെല്ലാം അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ വിശ്വാസത്തിലായി എന്ന് പറയും. അബ്സല്യൂട്ട്ലി റോങ്. നമ്മളെല്ലാം വിശ്വാസികളാണ്. AD 52 യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ തോമസ് ലീഹ കേരളത്തിൽ വന്നു. കള്ളി, കാളിയാങ്കൽ, പകലോമറ്റം, ശങ്കരപുരി മുതലായ നമ്പൂതിരി ഭവനങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. അനേകം ആളുകൾ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവർ കുറുങ്ങലങ്ങാട് നിന്ന് തിരുവല്ലായിൽ നിന്ന് കോഴഞ്ചേരിയിലും, അതുപോലെ തന്നെ അവർ കൊട്ടാരക്കരയും ഇളമ്പലും പുനലൂരും അഞ്ചലും അങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി. അവരെയാണ് സെൻറ്റ് തോമസ് ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന സെൻറ്റ് തോമസ് ക്രിസ്ത്യാനികൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം ലഭിച്ചപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. അതുകൊണ്ട് ഇന്ന് ക്രിസ്ത്യാനികളുടെ എണ്ണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. ഇന്ന് ആകാശത്തൂടെ സഞ്ചരിക്കുന്ന അനേകായിരം യാത്രക്കാരിൽ എത്രയോ വിശ്വാസികളുണ്ട്. കടലിലൂടെ യാത്ര ചെയ്യുന്ന, അന്തർവാഹിനികളിൽ യാത്ര ചെയ്യുന്ന, കപ്പലിലൂടെ യാത്ര ചെയ്യുന്ന അനേകായിരം ലക്ഷക്കണക്കിന് ആളുകളിൽ എത്രയോ വിശ്വാസികളുണ്ട്. അവിടെയെല്ലാം ദൈവത്തിൻ്റെ സഭയുണ്ട്. ഇതെങ്ങനെയാണ് സഭ ഉണ്ടായതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം 50-ാം ദിവസം ലഭിച്ചതാണ്. അപ്പോൾ ഞാൻ ചോദ്യം ഒന്നുകൂടെ ചോദിക്കട്ടെ, പെന്തക്കോസ് എന്ന് പറയുന്ന സഭയാണോ? എന്ന് ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ ചർച്ച്, ബട്ട് ഇറ്റ് ഈസ് എ ലൈഫ് എക്സ്പീരിയൻസ്. ഒരു എക്സ്പീരിയൻസാണ്, ഒരനുഭവമാണ് പെന്തക്കോസിൻ്റെ അനുഭവം. ഒരു മർത്തോമാക്കാരൻ ആരായിരിക്കണമെന്നറിയാമോ? ഒരു പെന്തക്കോസിൻ്റെ അനുഭവമുള്ള ആളായിരിക്കണം. ആമേൻ. ഒരു പെന്തക്കോസിൻ്റെ അനുഭവമുള്ള ആളായിരിക്കണം ഒരു മർത്തോമാക്കാരൻ. അവന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം ലഭിച്ചു. ഈ എളമ്പൽ ജെറുസലേം മാർത്തോമാ പള്ളി വളരെ മനോഹരമായ ഒരു പള്ളിയാണ്. നമ്മുടെ സഭയിലെ ഏറ്റവും വിലമതിക്കത്തക്ക ഒരു ദേവാലയമായി രൂപപ്പെട്ടിരിക്കുന്നു. എന്നാൽ പണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുപോലെ ഒരു സൗകര്യം ലഭിച്ചില്ല. അന്ന് നമുക്ക് ഓലക്കെട്ടിടമോ അല്ലെങ്കിൽ ഓടിട്ട കെട്ടിടമോ അല്ലെങ്കിൽ ചെറിയൊരു ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ അവസരം ലഭിച്ചുള്ളൂ. നമ്മുടെ മാതാപിതാക്കൾ അവർ ഓലപ്പുരകളിൽ അവർ ചാണകം മെഴുകിയ തറയിലിരുന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ ആരാധിച്ചു. അതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളെന്ന് ഓർക്കണം. ആമേൻ, പ്രൈസ് ലോർഡ്. അതുകൊണ്ട് പെന്തക്കോസ് എന്ന് പറയുന്നത് ഒരു സഭയല്ല, നമ്മൾ പെന്തക്കോസിൻ്റെ അനുഭവമുള്ള ആളുകളായിരിക്കണം. ആദിമ നൂറ്റാണ്ടിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം കൂട്ടായ്മകളിൽ വ്യാപരിച്ചു. അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചു, പ്രാർത്ഥിച്ചു, വചനം കേട്ടു, ശുശ്രൂഷിച്ചു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ അത് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് 50-ാം ദിവസം പെന്തക്കോസിൻ്റെ ദിവസം ആ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് ലഭിച്ചു, അപ്പോസ്തലന്മാർക്ക് ലഭിച്ചു. യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട പെരുന്നാളുകളിൽ ഒന്നായിരുന്നു പെന്തക്കോസ് പെരുന്നാൾ. അവർ പെസഹായ്ക്ക് ശേഷമുള്ള 50-ാം ദിവസമാണ് പെന്തക്കോസ് നാൾ കൊണ്ടാടിയത്.
മരുഭൂമിയിലൂടെ മോശയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിലേക്ക് അവർ യാത്ര ചെയ്തു. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് മരുഭൂമി യാത്ര തുടർന്നത്. ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞു. അതുപോലെ തന്നെ എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചേരുവാൻ വേണ്ടി, ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ വേണ്ടി അവർ പ്രയാസപ്പെട്ടു. പലവിധമായ രോഗങ്ങളും പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു. ആ സമയത്തൊക്കെ അവർ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ജനത്തിന് നിയമം നൽകുവാൻ വേണ്ടി യഹോവയായ ദൈവം സീനായി പർവ്വതത്തിൽ മോശയ്ക്ക് മുഖാന്തരം 10 കൽപ്പനകളെ നൽകി. അതിനെ അനുസ്മരിക്കുന്നതായിട്ടുള്ള യഹൂദന്മാരുടെ പെരുന്നാളാണ് ഏത് പെരുന്നാൾ? പെന്തക്കോസ്ത് പെരുന്നാൾ. എന്നാൽ പുതിയ ഇസ്രായേലായ സഭയ്ക്ക്, പുതിയ നിയമസഭയ്ക്ക് കർത്താവിൻ്റെ ഉയർത്തുന്നേൽപ്പിന് ശേഷം 50-ാം ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നു. ആ പരിശുദ്ധാത്മാവാണ് സകലത്തെയും പുതുക്കുന്നത് എന്നുള്ള കാര്യം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് സകലത്തെയും പുതുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ചില വാക്കുകളൊക്കെ ഓർപ്പിച്ചത് ഒന്ന് ഓർപ്പിക്കട്ടെ. സൃഷ്ടിക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ ആത്മാവ്, പുനഃസൃഷ്ടി ചെയ്യുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ ആത്മാവ്, ത്രിത്വത്തിൽ മൂന്നാമനായ ദൈവത്തിൻ്റെ ആത്മാവ്, പാറാക്ലിത്തായാകുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും ആകുന്നു എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. മുറിക്കകത്ത് കഥകടച്ച് പേടിച്ചിരുന്നതായിട്ടുള്ള ശിഷ്യന്മാർ അവർ പ്രസംഗിച്ചു, നിങ്ങൾ ക്രൂശ് യേശുവിനെ ഞങ്ങൾക്ക് രക്ഷകനും കർത്താവുമായി വച്ചിരിക്കുന്നു. എത്ര പേരാണ് സുവിശേഷത്തിൽ വിശ്വസിച്ച് സഭയോട് ചേർന്നത്? 3000-ഓളം ആളുകളാണ് സുവിശേഷത്തിൽ വിശ്വസിച്ചത്. ഇന്ന് നമ്മുടെ സഭയിൽ പെറ്റുവരികയെന്നല്ലാതെ ആരെങ്കിലും പുതുതായി വരുന്നുണ്ടോ? എത്ര പേര് മാനസാന്തരപ്പെടുന്നുണ്ട്? പ്രസവിച്ച് വലുതാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 3000-ഓളം ആളുകൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ പ്രസംഗം കേട്ട്, അപ്പോസ്തലന്മാരുടെ പ്രസംഗം കേട്ട് സഭയോട് ചേർന്നു. അത് സഭയെ സംബന്ധിച്ച് ഒരു വലിയ കൊയ്ത്തിൻ്റെ ഒരനുഭവമായിരുന്നു. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഇന്ന് ചില ആരാധനയ്ക്ക് എന്നും റെഗുലറായി വരുന്ന പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തോ ഒരു പോരായ്മ ജീവിതത്തെ ഭരിക്കുന്നുണ്ട്. എന്തോ ഒരു കെട്ടുകൾ, ബന്ധനങ്ങളുടെ ചില കെട്ടുകൾ കാണാൻ പറ്റുന്നില്ല. നമ്മുടെ കാലിനെയും കൈയെയും ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ മാത്രമേ എന്തോ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ, എന്നെ കെട്ടിയിട്ടേക്കുവാണെന്ന് അറിയത്തുള്ളൂ. എന്നാൽ ദൈവജനത്തെ കെട്ടിയിട്ടിരിക്കുന്ന പൈശാചികമായ ചില ബന്ധനങ്ങൾ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന് 2-ാം വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ആത്മവിവശനായി തീർന്നു. യോഹന്നാൻ അപ്പോസ്തലൻ പ്രവചിച്ചു. യോഹന്നാൻ അപ്പോസ്തലൻ 7 സഭകൾക്ക്, എഫെസോസ്, സ്മർന്ന, ത്വയതിര, സർദീസ്, പെർഗമോസ്, ഫിലദൽഫിയ, ലവോദിക്ക മുതലായ സഭകൾക്ക് ദൈവത്തിൻ്റെ ദൂത് ആത്മാവിവശനായി നൽകി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ കാരാഗ്രഹത്തിൽ പൗലോസും ശിലാസും കിടന്നപ്പോൾ അവർ പ്രാർത്ഥനയിലായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർക്ക് ലഭിച്ചു. ആ ശക്തി ലഭിച്ചപ്പോൾ അവരെ ബന്ധിച്ചിരുന്നതായിട്ടുള്ള ചങ്ങലകൾ എന്തോ ചെയ്തു? അഴിഞ്ഞുപോയി. കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തനിയെ തുറക്കപ്പെട്ടു. ബന്ധനങ്ങൾ അഴിഞ്ഞു. വിശ്വാസികളെ, ഇന്ന് ആരാധനയ്ക്ക് ഇളമ്പൽ പള്ളിയിൽ ആരാധനയ്ക്ക് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ ബന്ധിച്ചിരിക്കുന്ന കാണാൻ വയ്യാത്ത ചങ്ങലകൾ, ആ കെട്ടുകൾ പ്രാർത്ഥനയുടെ ശക്തിയാൽ അഴിയപ്പെടണം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധന. എല്ലാവരും പാടിയാട്ടെ, ബന്ധനമഴിയും കെട്ടുകളഴിയും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ആരാധനയെങ്കിൽ. നമുക്കൊരുമിച്ച് പാടാം. ആരാധിക്കുന്നേ ഞങ്ങൾ നാഥൻ യേശുവിനെ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. ബന്ധനമഴിയും കെട്ടുകളഴിയും. ആമീൻ. അനേകരുടെ കെട്ടുകൾ അഴിയപ്പെടട്ടെ, അനേകരുടെ ബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ. ഇപ്പോഴാണ് നമുക്ക് ആ പാട്ടിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ മനസ്സിലായത്, അല്ലേ? ആരാധനയിൽ ബന്ധനങ്ങൾ അഴിയണം. സാത്താൻ്റെ ബന്ധനങ്ങൾ
അഴിക്കപ്പെടുവാൻ ആരാധനയിൽ നമുക്ക് സാധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ 50-ാം ദിവസം ശിഷ്യന്മാരുടെ ഇടയിലേക്ക് വന്നപ്പോൾ അവർ അനുഗ്രഹമുള്ളവരായി തീർന്നു, പുതുക്കപ്പെട്ടവരായി തീർന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. കഴിഞ്ഞ 2 കുർബാന മധ്യേ ഞാൻ ചോദിച്ചു, നമ്മുടെ ഈ ആരാധനയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. ദൈവ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതിൻ്റെ ഉറപ്പിനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ കൂദാശകളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ പിള്ളേരോട് ചോദിക്കും, കൂദാശകൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക കൂദാശ? ഇംഗ്ലീഷിൽ ദ വിസിബിൾ എക്സ്പ്രഷൻ ഓഫ് ദി ഇൻവിസിബിൾ ഗ്രേസ് ഓഫ് ഗോഡ് എന്നാണ് കൂദാശകൾ എന്ന വാക്കിൻ്റെ അർത്ഥം. കൂദാശകളെന്ന് പറഞ്ഞാൽ അദൃശ്യമായ ദൈവത്തിൻ്റെ കരുണകളെ നമുക്ക് ലഭിക്കുന്നതിൻ്റെ ദൃശ്യമായ ഉപാധികളാണ് കൂദാശകൾ. വിശുദ്ധ കുർബാനയിൽ വാഴ്ത്തപ്പെട്ട അപ്പവീഞ്ഞങ്ങൾ നമുക്ക് ലഭിക്കുന്നു, അത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് ലഭിക്കുന്നത്. വിസിബിൾ എക്സ്പ്രഷൻ ഓഫ് ദി ഇൻവിസിബിൾ ഗ്രേസ് ഓഫ് ഗോഡ്. അതുകൊണ്ട് കൂദാശകളെ പരിപൂർണമാക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രവർത്തനമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം എടുത്തുകൊള്ളപ്പെടുന്നുവെങ്കിലും കർത്താവിൻ്റെ ആത്മീയമായ സാന്നിധ്യം സഭയോടുകൂടിയുണ്ട്, വിശ്വാസ സമൂഹത്തോടുകൂടിയുണ്ട്, കൂദാശകളിൽ വ്യാപരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പായിട്ടാണ് പരിശുദ്ധാത്മാവിനെ 50-ാം ദിവസം ലഭിച്ചത്. നമ്മുടെ യാത്രയിൽ മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ടുള്ള ഹോപ്പ് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. നമ്മളെല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും പാടും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യാത്ര ചെയ്യും. ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രൂശെ നോക്കി യാത്ര ചെയ്യുകയാണ്. എത്ര നാൾ യാത്ര ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഒന്നുകിൽ യേശു ക്രിസ്തു വരണം, അല്ലെങ്കിൽ നമ്മൾ മരിക്കണം. അതുവരെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രയിൽ ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ടുള്ള ഹോപ്പ് നമുക്ക് ലഭിക്കുന്നത്, മുന്നോട്ട് പ്രയാണം ചെയ്യാനായിട്ടുള്ള പ്രതീക്ഷ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഒരു വിശ്വാസി അവൻ മുൻപോട്ട് തന്നെ ഓടുകയാണ്, പരമലാക്കിലേക്ക് മുൻപോട്ട് ഓടുകയാണ്, പുറകോട്ട് നോക്കാതെ. നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. യേശുവിൻ മുൻപേ നമ്മൾ പോകാനായിട്ട് ഉറച്ച് മുമ്പോട്ട് തന്നെ യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്യുവാനായിട്ടുള്ള ഹോപ്പ് നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. പരിശുദ്ധാത്മാവ് ആശ്വാസദായകനാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പള്ളിയിലും നമ്മുടെ റിലേറ്റീവ്സൊക്കെ എവിടെയെങ്കിലും മരിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്തിയാട്ട്. നമ്മുടെ റിലേറ്റീവ്സോ നമ്മുടെ ഭവനത്തിലോ പള്ളിയിലോ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടല്ലേ? എന്നാൽ മരിക്കുമ്പോൾ അവരവരെ സംബന്ധിച്ച് വളരെ വേദനയാണ്, അത് തീവ്രമാണ്. ഒരച്ഛൻ്റെ പ്രാർത്ഥനയോ 100 അച്ഛന്മാർ വന്നാലും തിരുമേനി വന്നാലും ആ പ്രാർത്ഥനകൾക്കൊന്നും അവരെ ധൈര്യപ്പെടുത്തുവാൻ സാധ്യമല്ല. ചിലപ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ നമ്മൾ പൂർവ്വസ്ഥിതിയിലാകും. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആശ്വാസദായകനാണ്. അവൻ ആശ്വാസം നൽകുന്നവനാണ്. അവൻ നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്നവനാണ്. അവൻ നമ്മുടെ വേദനകളെ സന്തോഷമാക്കി മാറ്റുന്നവനാണ്. നമുക്ക് സമാധാനം നൽകുന്നവനാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ 50-ാം ദിവസം നൽകിയത്? നാം വായിക്കുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ശിഷ്യന്മാരെ ദൗത്യ നിർവഹണത്തിനാണ് അയച്ചത്. എന്തിനു വേണ്ടിയാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതെന്നറിയാമോ? തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും അവൻ 12 പേരെ നിയമിച്ചു. തന്നോടുകൂടെ ഇരിക്കണം, പ്രസംഗിക്കുവാനായിട്ട് അയക്കണം, ഭൂതങ്ങളെ പുറത്താക്കേണ്ട അധികാരമുണ്ടാകും. എന്താ ഈ ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ കാലം ചെയ്ത വലിയ തിരുമേനി അലക്സാണ്ടർ മർത്തമ മെത്രാപ്പൊലീത്ത തിരുമേനി മാരാവൺ മിക്കവാറും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ഭൂതങ്ങൾ വീട്ടിലുണ്ട്. എന്താണ് ഭൂതം? ഇല്ല, സീരിയലിൽ കാണുന്ന പോലെ ഒരാൾ വേറൊരാളുടെ പുറത്ത് കയറി തുള്ളുക, കാണാനൊന്നും പറ്റുന്നില്ല. ഉടനെ വേറെ കൊച്ചു ചോദിക്കും, വല്യച്ഛനാണെന്നോ, മരിച്ചുപോയ വല്യച്ഛനാണെന്നോ ചോദിക്കും. അതാണോ ഭൂതം? അല്ല. പള്ളിയിൽ വരാത്ത ആളിനെ സംബന്ധിച്ച്, നാളുകളായി ദേവാലയത്തിൽ ശുശ്രൂഷയിൽ സംബന്ധിക്കാത്ത ഒരാളിനെ സംബന്ധിച്ച് ഉപദേശിച്ചിട്ടും അതിൽ നിന്ന് വിമുക്തമാകുവാൻ സാധിച്ചില്ല എങ്കിൽ അവനെ ബാധിച്ചിരിക്കുന്ന ഭൂതം എന്ന് പറയുന്നത് പള്ളിയിൽ വരാത്ത ഭൂതമാണ്. മദ്യപാനിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ മദ്യപാനമാണ് അവനെ ബാധിച്ചിരിക്കുന്ന ഭൂതം, അല്ലേ?
പണ്ടിലെ കുളത്തൂപ്പുഴ വെള്ളപ്പൊക്കത്തിന് ഒരു ചാക്ക് കെട്ട് പോയി, നിധിയാന്ന് വിചാരിച്ച് ഒരു ചെറുക്കൻ കയറി പിടിച്ചു. അപ്പം അടുത്ത് കരയ്ക്ക് നിന്ന ചെറുക്കൻ പറഞ്ഞു, എടാ വിട്ടേരെ എന്ന് പറഞ്ഞാൽ എവിടുന്നില്ല, ഞാൻ പിടിച്ചെടുത്തോളം എന്നെ വലിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞ പോലെ ഇന്ന് അനേക ഭൂതങ്ങൾ ആരാധനകളിൽ നിന്നും സൽസ്വഭാവത്തിൽ നിന്നും ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നും വലിച്ചുകൊണ്ട് പോകുന്ന അനേക ഭൂതങ്ങളുണ്ട്. അങ്ങനെയുള്ള ദുരാചാരങ്ങളിൽ നിന്ന്, അനിഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ വേണ്ടിയാണ് ശിഷ്യന്മാരെ ദൗത്യമേൽപ്പിച്ചത്. ആ ദൗത്യമാണ് എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. വിശുദ്ധ മാമോദിസായ്ക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ അവരുടെ തിരുനെറ്റിയിലും നെഞ്ചിലും കാൽവളയിലും കൈവളയിലും അച്ഛൻ മൂറോൻ പുരട്ടും. പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായിട്ടുള്ള മൂറോൻ പുരട്ടി പറയും, സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പരിശുദ്ധ റൂഹായുടെ പരിപൂർണ നൽവരത്തിൻ്റെ ലക്ഷ്യമായി പേര് പറഞ്ഞ് ഇന്നാര് വിശുദ്ധ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ദിനംതോറും ജീവിതത്തിൽ പുതുക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഒരു പുതുക്കപ്പെടൽ ജീവിതത്തിൽ ആവശ്യമാണ്. ചില ആളുകൾ ചോദിക്കും, കഴിഞ്ഞ ആഴ്ച എടുത്ത കുർബാനയില്ലല്ലോ എന്നും സെയിം, ഒരു വാക്കുപോലും മാറ്റിയില്ല, അതേ കുർബാന തന്നെയാണ്. സൂര്യൻ്റെ ഉദയം നമ്മൾ എല്ലാ ദിവസവും കിഴക്ക് നമ്മൾ ദർശിക്കുന്നുണ്ട് അല്ലേ? സൂര്യൻ്റെ ഉദയം. എന്നാൽ എല്ലാ സൂര്യോദയവും ഒന്നാണോ? പറയണം. എല്ലാ സൂര്യോദയവും ഒന്നാണോ? സൂര്യൻ ഉദിക്കും അവിടെ വീട്ടിൽ ഉണ്ടോ? അവിടെ സൂര്യൻ ഉദിക്കും ഉണ്ടോ? അപ്പോൾ സൂര്യൻ്റെ ഉദയം എല്ലാ ദിവസവും നമുക്ക് പുതിയ അനുഭവമാണ്. ഇതുപോലെ എല്ലാ ആരാധനയും എഴുതപ്പെട്ട ആരാധനയാണ്, ഒരേ ആരാധനയാണ്. എല്ലാ ആരാധനയും ഒരു പുതിയ അനുഭവമായി മാറണം, പുതിയ സൂര്യോദയമായി മാറണം. കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത ആരാധനയേക്കാൾ ഇന്നത്തെ ആരാധന ഒരു പുതുക്കത്തിൻ്റെ ആരാധനയായി മാറണം. ആ പുതുമയും ന്യൂനസും പുതിയ സൂര്യോദയം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് ലഭിക്കണം. ആമീൻ. എല്ലാവരും അമ്മിക്കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുക. എല്ലാവരുടെ കൈ ഉയർത്തി ഒരു സ്തോത്രമൊക്കെ പറഞ്ഞാട്ടെ. ആമീൻ. പ്രൈസ് ലോർഡ്. ആമീൻ. ഈ അമ്മിക്കല്ലിന് കാറ്റ് പിടിച്ചോടെ ഇരുന്നിട്ട് കാര്യമില്ല. ആത്മാവിൻ്റെ വലിയ പ്രവർത്തനം നടക്കണം. വലിയ കളിയൊക്കെ നടക്കുമ്പോഴേ ചിലർ കളിക്കാൻ പോകത്തില്ല. ഇല്ല, ക്രിസ്മസ് തിരുമേനി പറയുന്ന പോലെ ഒരു പന്തുണ്ട്, എത്ര പേരാണ് അതിൻ്റെ പുറകെ അവിടെ നിന്ന് ഓടുന്നത്, ആകെ ഒരു പന്തേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ കളിക്കാൻ പോകുന്ന കുറച്ച് പേര് കളിക്കും. എന്നാൽ കരകിരിക്കുന്ന ആളുകൾ എന്തോ ചെയ്യും? ഈ കളി കാണുമ്പം കൈയടിക്കും. എന്തിനാണ് കടിക്കുന്നത്? പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും ഇത് കേൾക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് പ്രതിഫലിപ്പാതിരിക്കാൻ സാധ്യമല്ല. ആമീൻ. ആ ഒരു പ്രതിഫലനം നമുക്ക് ലഭിക്കണം. സൂര്യൻ്റെ ഉദയം എല്ലാ ദിവസവും നമ്മൾ ദർശിക്കുന്നുണ്ട്. ഒരു പുതിയ അനുഭവമാണ് സൂര്യൻ്റെ ഉദയം. ഇതുപോലെ എല്ലാ ആരാധനയും ഒരു പുതിയ അനുഭവമായി മാറണം. അത് ഗീവർഗീസ് തോമസിനെ എടുത്താലും, സോണിയച്ചൻ എടുത്താലും, തോമസ് മാത്തച്ചൻ എടുത്താലും, നയനാൻ ജാക്കബച്ചൻ എടുത്താലും, തിരുമേനി എടുത്താലും, മെത്രാപ്പൊലീത്ത എടുത്താലും ജീവിതത്തിലെ ഒരു പുതിയ അനുഭവമായി ആരാധന മാറണം. അതുകൊണ്ട് സകലത്തെയും പുതുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, സകലത്തിനും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, സകലശിക്ഷയോടും സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ആശ്വാസപ്രദനായ ദൈവം